ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും. എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 4 മീഡിയം സൈസ് സവാള, 2 ടൊമാറ്റോ, ഒരു 200-250 ഗ്രാം പനീർ, 200-250, ഒരു ചെറിയ പീസ് ജിഞ്ചർ, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 പീസ് വെളുത്തുള്ളി. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിൽ സവാള പാനിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സവാള നന്നായിട്ട് വേവിക്കുക. ഇതുപോലെ തക്കാളിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ആ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്ന അതുവരെ ഒന്ന് വേവിച്ച് മാറ്റി. സവാളയും തക്കാളിയും നന്നായിട്ട് തണുത്ത ശേഷം രണ്ടും ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. സവാള അരയ്ക്കുമ്പോൾ അതിലൊരു ഒരു ഏലക്ക കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ അതിൽ സവാളയും ഏലക്കയും കൂടി അടിച്ചു വച്ചിരിക്കുന്ന മിക്സ് അതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായി വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിൽ തക്കാളി അടിച്ചതും കൂടി ചേർക്കുക. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ പശുവിൻ പാല് തിളപ്പിച്ച് അതൊന്ന് തണുത്തതിന് ശേഷം അത് കുറച്ച് ഒഴിച്ചാലും മതി. പിന്നെ ഫ്രഷ് ക്രീം ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ. ഒഴിക്കുക. ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് അതിൽ കുറച്ച് മസാല, ഒരു 1/2 ടീസ്പൂൺ മസാല, ഗരം മസാലയും ഇട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ചൊന്ന് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ കറി റെഡി. ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ലാസ്റ്റ് ഇതിൻ്റെ പുറത്തിട്ട് വെച്ച്, ഒരു ചെറിയ കഷ്ണം ബട്ടർ അതിൻ്റെ പുറത്തിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. മിക്സ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ അടുത്തെടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബട്ടർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടുക.